അതെ, ഇവിടെ എല്ലാം തോറ്റുപോയെന്ന് പിശാച് പറയുന്നുണ്ടോ? ദൈവം തോറ്റുപോകാൻ വയ്ക്കത്തില്ല. പത്രോസ് നല്ല മീൻപിടിക്കാരൻ അല്ലേ? അച്ഛൻ രാവിലെ ആ കാത് പഠിച്ചു. പത്രോസിന്റെ അടുത്ത് പോകുമ്പോ എന്നെ പോലെ പെർഫ്യൂം വാസന വരത്തില്ല. എന്നാ വാസന വരും? മീനിന്റെ വരത്തുള്ളൂ. പക്ഷെ അവൻ ഭയങ്കര തരികടയാ. ആര്? പത്രോസ് എന്നാ പറഞ്ഞെന്ന് പറയാം ദൈവത്തിന്റെ അടുത്ത്? ദൈവമേ, ഞാൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല, നീ പറഞ്ഞ കാരണം കൊണ്ട് ഞാൻ എന്നാ ചെയ്യുവാ? അങ്ങനെയല്ല പറഞ്ഞേ. നൈറ്റ് ഫുള്ളും ഫെയിലിയറാ. പക്ഷെ ദൈവം പറഞ്ഞ ഉടനെ അവൻ അവിടെ ഇറങ്ങി, അവൻ ചെയ്ത ഉടനെ എന്നാ ചെയ്യുന്നില്ല. മീനേ ഇല്ലെങ്കിലും നീ ദൈവത്തിന് അനുസരിച്ചാ ദൈവം മീനോട് കൽപ്പിക്കും, നീ പത്രോസിന്റെ വലയെ തവറ വേറെ ഒരു വലയ്ക്കകത്തും പോകല്ലെന്ന് ദൈവം പറയും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുക, പരാജയപ്പെട്ടെടുത്ത അതേ കടലിൽ അതേ ബോട്ട് അവിടെയാ ദൈവം അവനെ വിജയിപ്പിച്ച. ശുശ്രൂഷയിലാകട്ടെ, കുടുംബ ജീവിതത്തിലാകട്ടെ, നിന്റെ ഹെൽത്ത് വിഷയത്തിലാകട്ടെ, നിന്റെ സ്റ്റഡി വിഷയത്തിലാകട്ടെ, എവിടെയെങ്കിലും എനിക്ക് പരാജയം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവം നിന്നെ പരാജയപ്പെടാൻ വിടത്തില്ല. സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായാലും ലാസ്റ്റ് ദൈവം, എന്റെ ദൈവം നിന്നെ ജയിക്കാൻ വയ്ക്കും. ഒരുപോലെ നിന്നെ തോക്കാൻ വയ്ക്കത്തില്ല. ആ വിശ്വാസം നിന്നിൽ വ്യാപരിച്ച് എല്ലാ അവിശ്വാസവും നിന്നെ വിട്ട് വിളയി. ഈ നേരം പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ സംശയം പാടില്ല. എന്നാ പാടില്ല? സംശയം പാടില്ല. സംശയമുള്ള എന്നാ ചെയ്യുമെന്നറിയോ? എനിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് മനുഷ്യന്റെ അടുത്ത് പോയി ചോദിക്കും. സംശയം ഇല്ലാതവൻ ദൈവത്തോട് മാത്രമേ ചോദിക്കത്തുള്ളൂ. എവിടെയെങ്കിലും സിസ്റ്ററെ കാക്ക കൊണ്ടുപോയി എവിടെയെങ്കിലും ചാപ്പാട് കൊടുത്തത് കേട്ടിട്ടുണ്ടോ? ഇരിക്കുന്നത് എന്നാ ചെയ്യും? അത് എടുത്തോണ്ട് പോകും. പക്ഷേ എലിയാവിടെ ജീവിതത്തിൽ അങ്ങനെയല്ല. ആര് പിടുങ്ങാൻ നനച്ചോ അവനെ ദൈവം കൊടുക്കാൻ പറ്റും. അതാ ദൈവത്തിന്റെ ഹിതം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയുക, എന്നെ ഇവിടെ എക്സ്പീരിയൻസ് കാണാം, എന്നെ ഇവിടെ വലിയ നോളജ് കാണാം, പക്ഷെ ഞാൻ അതിനൊക്കെ ഒന്നുമില്ല. ഞാൻ സിമ്പിൾ ആയിട്ട് സംസാരിക്കത്തുള്ളൂ. അച്ഛാ എപ്പോഴും പറയും, ഇൻട്രൊഡക്ഷൻ പറയും, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിക്ക്. എന്റെ മീറ്റിങ്ങിന് വരുന്നവരൊക്കെ അങ്ങനെയാ. പൊട്ട് വെച്ചിട്ട് പൂ വെച്ചിട്ടൊക്കെ വരും, നല്ല പണക്കാരും വരും. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് അവിടെ കുപ്പ പണക്കാരവരെ മനസ്സിലാവും. ഞാൻ എന്നാ തിയോളജി പഠിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ സംസാരിച്ചത് വേസ്റ്റ് അല്ലേ? ആ ചേച്ചിയൊക്കെ അങ്ങനെ ഇത് ചോദിക്കുക. അപ്പൊ എന്റെ ഇത് മനസ്സിലായി തോന്നുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുക, സംശയം പാടില്ല. ഹല്ലേലൂയ. 100 വയസ്സിലുള്ളവന് സംശയം വരും, 92 വയസ്സിലുള്ളവനും സംശയം വരും. പക്ഷെ ഞാൻ പറയുന്നു, ദൈവത്തെ സംശയിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തെ സംശയിച്ചാൽ നമുക്ക് അവന്റെ അടുത്തിരുന്ന് ഒന്നും ലഭിക്കത്തില്ലെന്ന് ബൈബിളിനകത്തുണ്ട്. ഹല്ലേലൂയ. അത് കാരണം നമ്മൾ വിശ്വാസത്തോടെ ഇരുന്ന ദൈവം നമുക്ക് അത്ഭുതം ചെയ്യും. സമയം ഒത്തിരിയായി. ഈ പോയിന്റ് ഞാൻ ഇച്ചിരി അഴുത്തി പറയണമെന്ന് പറഞ്ഞിരുന്ന നാലാമത്തെ അല്ലേ? ശരിയല്ലേ? നാലാമത്തെ, നമ്മുടെ പ്രാർത്ഥന വിഷയമൊക്കെ ദൈവത്തിന് നമ്മൾ അറിയിക്കണം. എന്നാ വിഷയം? ഞാൻ തമിഴിൽ പറയാം. ഫിലിപ്പോസിന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഇങ്ങനെയുണ്ട്. எல்லாவற்றையும் குறித்து ஜெபத்தோடு கூட வேண்டுதலோடு தேவனுக்கு தெரியப்படுத்தும் போது எல்லா புத்திக்கும் மேலான தேவ சமாதானம் നിന്റെ ഹൃദയത്തിൽ വാഴുന്നുണ്ട്. അപ്പോ നമ്മുടെ പ്രാർത്ഥന വിഷയം ആർക്ക് പറയണം? പറ. ദൈവത്തോട് പറയണം. പക്ഷെ ഒത്തിരി പേര് ദൈവത്തോട് പറയത്തില്ല. ആരോട് പറയും? മനുഷ്യനോട് പറയും. ദൈവം എന്നാ പറഞ്ഞേക്കുന്നേ? നീ നിന്റെ പ്രാർത്ഥന വിഷയം കരയും, സങ്കടവും പറയും, കൊലവും. പക്ഷെ നമ്മൾ പ്രാർത്ഥന വിഷയം ആരോട് പറയത്തില്ല. അങ്ങനെ ദൈവം പറഞ്ഞേക്കുന്ന തന്നെ, എനിക്ക് ഏതെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ ആരോട് പറയണം? പക്ഷെ ചില സ്മാർട്ടായ പാസ്റ്റർമാർ ഇങ്ങനെ പ്രസംഗിക്കും, നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ദൈവം ഹൃദയത്തെ കാണുന്നവനാണ്. അത് അങ്ങനെയല്ല. ദൈവം പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഏതെങ്കിലും പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ അത് നീ എന്നോട് പറയണം, പറഞ്ഞാൽ അതിന്റെ മറുപടി ഞാൻ നിനക്ക് തരുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നവരായി മാറണം. കരയും, അപ്സെറ്റ് ആകും,
മറ്റവരടുത്ത് പോയി നമ്മൾ ഒത്തിരി സങ്കടം പറയും ഇങ്ങനെയാണ്. പക്ഷെ മുട്ടയിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഉള്ളൂ നിന്റെ കാര്യത്തിന് സ്ഥിതി മാറും. മറ്റവരോട് പറഞ്ഞ കരയില്ലെന്ന് ആശ്വാസം പറയും, പക്ഷെ ദൈവത്തോട് പറഞ്ഞ ആ പ്രാർത്ഥന വിഷയവും മാറ്റും ദൈവം. ഹല്ലേലൂയ. അതാ ഞാൻ ഇങ്ങനെ പറയും, പ്രേയർ ഇസ് എ പവർഫുൾ വെപ്പൺ. ഞാൻ വേറെ ലെവലിൽ ഇട്ടതിനാലെയോ നല്ല വെളുപ്പായിരിക്കുന്നതിനാലെയോ ഒരു ഇതില്ല. ഞാൻ നിങ്ങളുടെ മോന്ത നോക്കിയോ പറയും, ഇത് പ്രാർത്ഥിക്കുവോ ഇത് പ്രാർത്ഥിക്കത്തില്ലയോ. പ്രാർത്ഥിക്കുന്നവരുടെ മോന്ത കണ്ട അറിയാം. ഞാൻ കളർ വെച്ച് പറയുമല്ല, ഞാൻ ഇന്ന് നിങ്ങളോട് പറയുക, ദൈവത്തോട് നിങ്ങളുടെ പ്രാർത്ഥന വിഷയമൊക്കെ പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി. രാത്രി 12 ഇരുന്ന് 2 മണി വരെ ഞാൻ പ്രാർത്ഥിക്കും ദൈവത്തോട്. ഞാൻ ഫോൺ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അച്ചായനോട് കാണിക്കാം, മറ്റവരോടും കാണിക്കാം. അച്ചായൻ കാരണം കൊണ്ട് കാണിക്കുക. ഞാൻ എപ്പോഴും രാത്രി 12 മണി ഇരുന്ന് 2 മണി വരെയും പ്രാർത്ഥിക്കും. എന്നാ ചെയ്യും? പ്രാർത്ഥിക്കും. ആരും അച്ചായൻ കാരണം കൊണ്ട് എന്റെ അച്ഛനെ പോലെ അച്ഛനെ ഞാൻ ഫോൺ നോക്കിയേ. അപ്പൊ ഇത് എങ്ങനെയാണ് നടന്നത്? ഈ 2 മണിക്ക് എന്നോട് പറഞ്ഞപ്പോ ഞാൻ 2 മണിക്ക് ഒരുത്തനെ തട്ടി എഴുപ്പി. പറഞ്ഞ മനസ്സിലായോ? ഞാൻ പോയി ആരോടും കാണിക്ക് ചോദിച്ചില്ല, എനിക്ക് താങ്ങ്. നമ്മള് കത്തി ഞാൻ ഒരു മീറ്റിംഗ് പ്രസംഗിച്ചാൽ കൂടെ ഇത്ര കിട്ടത്തില്ല, ശരിയല്ലേ? പക്ഷെ ഞാൻ ഇതൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല, ദൈവം ചെയ്തത് പറഞ്ഞതാ. പ്രാർത്ഥനയ്ക്ക് പവറുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് വേണ്ട, എനിക്ക് നല്ല സൗന്ദര്യം വേണ്ട, നിനക്ക് കുടുംബ പാരമ്പര്യം വേണ്ട, ബാക്ക്ഗ്രൗണ്ട് വേണ്ട. ദൈവത്തോട് പോയി നീ നിലവിളിച്ച നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം കലവറയിലിരുന്ന് ഉത്തരം തരാൻ എന്റെ ദൈവം വിശ്വസ്തനാ. നീ എന്നോട് ചോദിച്ചില്ലേ? മനുഷ്യനോട് ചോദിച്ചില്ലല്ലോ, നീ എന്നോടല്ലേ ചോദിച്ചേ? ഞാൻ 2 മണി ഞാൻ ആ സമയം നോക്കി, എനിക്ക് ഷോക്കായി പോയി. ഞാൻ 2 മണിക്ക് ചോദിച്ചിട്ട് നിർത്തി. അവ 2:05 എനിക്ക് അയച്ചു വിട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, ജസ്റ്റിന് എന്നാത്തിനാ ഇത് അയച്ചു വിട്ടേ? എനിക്ക് തോന്നിയില്ല ഞാൻ ഇത് അയക്കുമെന്ന്. എനിക്ക് തിരിയുന്ന നിശാന്ത് പാസ്റ്ററിന്റെ മിനിസ്ട്രിക്ക് ഏതെങ്കിലും ചെയ്യണം ക്രിസ്മസിന് തോന്നി, ഞാൻ ചെയ്തത്. അച്ചായ ഇത് മട്ടുമല്ല, 21-ാം തീയതി ആ മീറ്റിങ്ങിന് അടുത്ത ഒരാഴ്ചയിൽ ദൈവം എനിക്ക് കലവറ തുറക്കും. ഒരു കടയില്ലാതെ എന്റെ മീറ്റിംഗ് ഞാൻ നടത്തും. അതിന്റെ കാരണം എന്നാന്ന് പറഞ്ഞിട്ട്, എല്ലാം ബാങ്ക് ബാലൻസ് വച്ചിട്ട് ഞാൻ മിനിസ്ട്രി ചെയ്യുന്നതല്ല, ബാക്ക്ഗ്രൗണ്ട് ചെയ്തിട്ടല്ല. എന്റെ അച്ഛനും ഇവിടെ ഇരിപ്പുണ്ട്, ചോദിച്ചു നോക്കിയേ. ഞാൻ 1 രൂപ കൂടെ ഇതുവരെ മിനിസ്ട്രി വന്നിട്ട് ഞാൻ ചോദിച്ചു മേടിച്ചിട്ടുണ്ടോ? ഞാൻ കൊടുത്തതല്ലാതെ. നീ സാക്ഷിക്ക് വെച്ചിട്ട് ചോദിക്കുക. അതിന്റെ കാരണം എന്നാന്ന് പറഞ്ഞേ, എല്ലാരും ലൈറ്റ് അടയ്ക്കുമ്പോ ദൈവത്തിന്റെ മുമ്പേ പോയി ഞാൻ പ്രാക്ടിക്കലായിട്ട് പറയുക, ഇങ്ങനെ പോയി കുറ്റിക്കാട്ട് പോയി ഇരുന്നു കരയും. ദൈവമേ, കരയാ മാത്രം എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ ഏതൊക്കെ കരഞ്ഞ് വിതച്ചോ അതൊക്കെ ഞാൻ കൊയ്തെടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങൾ ഏതെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും കരഞ്ഞ് വിത എവിടെ വീണാലും ഞാൻ പറയുക, നിങ്ങൾ കൊയ്തെടുക്കും യേശുവിന്റെ നാമത്തിൽ. അതെ, ദൈവം പറഞ്ഞത് നിങ്ങളുടെ കണ്ണീര് ബൈബിളിനകത്ത് പറഞ്ഞ സത്യം അത് വിതയാന്നാ പറഞ്ഞേക്കുന്നത്, അല്ലേ? സംഗീതം 126 അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. നിങ്ങളുടെ കണ്ണീരേതാ? അത് വിതയാ. അത് എന്നാ ചെയ്യുന്ന ഗംഭീരത്തോടെ നഷ്ടം വരുത്തില്ല. ഈ കണ്ണീരോട് ഏതെങ്കിലും കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവമേ എനിക്ക് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പറയാം, ഒരു സത്യം പറയാം. നിങ്ങൾക്ക് പുതിയതാണോ അല്ല പഴയതാണല്ല. ആധാറിന് കണ്ണ് കാണുവോ കാണത്തില്ലേ? പറ. ആധാറിന് കണ്ണ് കാണുവോ കാണത്തില്ലേ? പറ. നല്ലപോലെ കാണാന്ന ബൈബിൾ എഴുതിയേക്കുന്നത്. പക്ഷെ ബൈബിൾ വചനം പറയുന്നു, ദൈവം ആഹാറിന്റെ കണ്ണിനെ തുറന്നു. എന്നാ തുറന്നെന്ന് പറയട്ടെ, അവള് കണ്ടപ്പോ ഒന്നും കാണിയില്ല, പക്ഷെ ദൈവം തുറന്നപ്പോ എല്ലാം കണ്ടു. നീ പ്രാർത്ഥിച്ച നിനക്ക് കാണാൻ പറ്റാതെ കൂടെ ദൈവം കാണിക്കും. അങ്ങനത്തെ ശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് 10,000 പേര് വന്നാലും ഞാൻ ഇങ്ങനെയാ പ്രസംഗിത്തോളായിരുന്നു. ഹല്ലേലൂയ.
അതാ ഒരു നല്ലൊരു ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ ഫീൽ ചെയ്യുന്നു. എനിക്ക് കച്ചിൽ വരുന്നില്ല. ഫ്യൂച്ചറെ കുറിച്ച് രണ്ടുപേർക്കും ഭയങ്കര പേടിയാ. എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ചങ്കുമുട്ടി ഹൃദയത്തിനകത്ത് ഇളയമോൾ കരയുന്നുണ്ട്. ഭയങ്കര ബലഹീനതയാ ജീവിതത്തിൽ. ഞാൻ വലിയ പ്രാഫിറ്റൊന്നുമല്ല, പക്ഷെ ഐ ടെൽ യു സംതിങ്. കരഞ്ഞോണ്ട് പോയത് ഞാൻ കാണുന്നുണ്ട്, കരഞ്ഞോണ്ട് വന്നതും കാണുന്നുണ്ട്. പക്ഷെ ദൈവം എന്ന് പറയുക, നിന്നെ കൊണ്ട് നീ ഇത് ചെയ്യാൻ പറ്റാതെ അത്രയും ഞാൻ ചെയ്യും, ഞാൻ ചെയ്യും. അതെ, ഞാൻ ചെയ്യും. ഇവിടെ ആരാ പ്രാർത്ഥിക്കുന്നവരുണ്ട്? ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയാം, വലിയ ഇംഗ്ലീഷ് ഇല്ല, വലിയ ഒന്നുമില്ല, പക്ഷെ എന്റെ മീറ്റിങ്ങിന് വരുന്നവരൊക്കെ ടീച്ചറും കളക്ടറും IPS ഇവരൊക്കെ വന്ന് എനിക്ക് ഒരു പ്രാർത്ഥന വിഷയമുണ്ട്, പ്രാർത്ഥിച്ച് ജയം പണി തരാമോ? പക്ഷെ നമ്മുടെ കാര്യം 0. ഞാൻ ഒന്ന് പറയട്ടെ, നീ പ്രാർത്ഥിച്ച, പക്ഷെ നമുക്ക് എല്ലാം ചെയ്യും അച്ചായ, പക്ഷെ പ്രാർത്ഥിക്കാൻ മാത്രം പറ്റത്തില്ല. എന്നാ പ്രാർത്ഥിക്കാൻ പറ്റാത്തെന്ന് പറയട്ടെ, നീ പ്രാർത്ഥിച്ചാൽ പിശാചിന്റെ തന്ത്രമൊക്കെ അഴിയുന്ന അവന് അറിയാം. അത് കാരണം കൊണ്ടാ നിന്നെ പ്രാർത്ഥിക്കാൻ പെടാത്തെ. ഈശന്മാര് കൂടെ ലാസ്റ്റ് സമയം പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോ ഇമാർക്ക് ഉറക്കമുണ്ട്. ഏത് സമയം വേണമെങ്കിലും നമുക്ക് ഉറങ്ങാലോ, പക്ഷെ പ്രാർത്ഥിക്കുന്ന സമയം ഉറക്കം വന്നാൽ നീ ഒന്നേ ഒന്ന് ഓർത്തുക്കണം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഏതോ ശക്തിയുണ്ട്, അത് പിശാച് തടുത്തു നിർത്തുക. അതെ, പ്രാർത്ഥന പ്രാർത്ഥന ചുമ്മാ അല്ല. ഇതൊക്കെ വന്നില്ല അമ്മച്ചി, ചുമ്മായൊക്കെ ഇതെല്ലാം കിട്ടിയില്ല. പാതി ദിവസവും കണ്ണീരിന്റെ ജീവിതമായിരുന്നു ലൈഫ്. എനിക്ക് പെണ്ണ് കിട്ടത്തില്ലെന്ന് പറഞ്ഞവരുണ്ട്. നീ എങ്ങനെ ബൈബിൾ കോളേജ് പഠിച്ച് നീ പാസ്സാവുന്ന പറഞ്ഞവരുണ്ട്. ഇതൊക്കെ ഒരു കുറഞ്ഞു ഞാൻ പറഞ്ഞവരുണ്ട്. പക്ഷെ ഇന്ന് ദൈവം നിങ്ങളെ നോക്കി ഒരു നിമിഷത്തെ ചോദിച്ചു നോക്കി, എത്ര ഫോണുണ്ട്? ഒരു നിമിഷം നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് കിട്ടുമോ എന്ന് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ പേരുണ്ട്. ഇത് ആര് ചെയ്തെന്നറിയാമോ? എല്ലാം അവന് വേണ്ടി മഹത്വം. അതെ, ഞാൻ പറയുക, കാഴ്ചപ്പാടോട് പറയുക, ഇവിടെ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരുബോധം പരാജയം വരുത്തില്ല. ദൈവം നിന്നെ ജയിക്കാൻ പറ്റും. ഏത് സാഹചര്യവും ആകട്ടെ, ഇന്ന് നീ പ്രാർത്ഥിച്ച് മുട്ടുമടക്കിയ, നീ ദൈവത്തിന്റെ മുമ്പേ തലകുനിഞ്ഞാൽ മനുഷ്യന്റെ മുമ്പേ തലകുനിന്ന് വാഴ വയ്ക്കും ദൈവം. അതെ, നീ ദൈവത്തിന്റെ മുമ്പേ തലകുനിഞ്ഞ മനുഷ്യന്റെ മുമ്പേ നിമിർന്ന് നീ നടക്കും. എല്ലാരും മനുഷ്യ